നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരം. വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചതായി സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സെക്ഷൻ 7A അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറി. ഇത് സംബന്ധിച്ച് കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. ഓഫീസ് സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനം, മികച്ച സർവേ റൂം ഫെസിലിറ്റി തുടങ്ങി 12 മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വിഴിഞ്ഞത്തിന് സാധ്യമായതോടെയാണ് അംഗീകാരം ലഭിച്ചത്. സാമ്പത്തിക പ്രശ്നം. വിഷം കഴിച്ച അച്ഛൻ മരിച്ചു, മകൻ ഗുരുതരാവസ്ഥയിൽ. പാലക്കാട് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അച്ഛനും മകനും വിഷം കഴിച്ചു. അച്ഛൻ മരിച്ചു, മകൻ ഗുരുതരാവസ്ഥയിൽ. യലവഞ്ചേരി പെരിങ്ങോട്ടുകാവ് കാവുങ്ങൽ വീട്ടിൽ M വേലൻകുട്ടിയാണ് മരിച്ചത്. 89 വയസ്സായിരുന്നു. മകൻ ഉണ്ണികൃഷ്ണൻ ജില്ലാ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇരുവരെയും വിഷം കഴിച്ച് അവശനിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത്. വിഷം കഴിച്ച സമയം വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നുവെന്നാണ് സൂചന. മരിച്ച വേലൻകുട്ടിയുടെ അസുഖവും സാമ്പത്തിക പ്രയാസങ്ങളും കാരണമാണ് ഇരുവരും വിഷം കഴിച്ചതെന്നാണ് കൊല്ലങ്കോട് പോലീസ് പറയുന്നത്. കഴുത്തിൽ അർബുദബാധനായതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു വേലൻകുട്ടി. ഉണ്ണികൃഷ്ണൻ ലോറി ഡ്രൈവറാണ്. വേലൻകുട്ടിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ച കോടതി. നർത്തകൻ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നർത്തകനും നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയത്. ഒരു അഭിമുഖത്തിലാണ് കാക്കയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റുതള്ള പൊറുക്കില്ലെന്നും സത്യഭാമ ആക്ഷേപിച്ചത്. മോഹിനിയാകാൻ സൗന്ദര്യം വേണം. കറുത്ത കുട്ടികൾ മേക്കപ്പിട്ടാണ് മത്സരങ്ങളിൽ സമ്മാനം വാങ്ങുന്നത്. കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുമെന്നും സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് RLV രാമകൃഷ്ണൻ പരാതി നൽകിയത്. തുടർന്ന് നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. ഇന്ത്യക്കാർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. മെഹബൂലയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട്. മെഹബൂലയിലെ ബ്ലോക്ക് 1-ലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. 2 നില കെട്ടിടത്തിലേക്കാണ് തീ പടർന്നു കയറിയത്. തീ പടരുന്നത് കണ്ട് താഴേക്ക് ചാടിയ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ കൂട്ടയടി. തലക്കടിയേറ്റ ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടി. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ ഏറ്റുമുട്ടി. സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബൈക്ക് പാർക്കിങ്ങിനെ തുടർന്നുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. സ്റ്റേഷനിനുള്ളിൽ വെച്ചുണ്ടായ കയ്യാങ്കളിയിൽ ഒരാളുടെ തല പൊട്ടി. തലയ്ക്ക് പരിക്കേറ്റ ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഓടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. CPOമാരായ സുധീഷ്, ബോസ്കോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ശോഭാ സുരേന്ദ്രനെതിരെ കേസ് നൽകി EP ജയരാജൻ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് നൽകി EP ജയരാജൻ. കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നൽകിയത്. BJPയിലേക്ക് പോകാൻ ജയരാജൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെയാണ് നടപടി. വ്യാജ ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സിവിൽ, ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരായി 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നേരത്തെ EP വക്കീൽ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞിരുന്നില്ല. വിമാനത്തിൽ പക്ഷിയിടിച്ചു. എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി.
വിമാനത്തിൽ പക്ഷിയിടിച്ചെന്ന സംശയത്തെ തുടർന്ന് സർവീസ് മുടങ്ങി. മലയാളികളടക്കം സഞ്ചരിച്ച ദില്ലിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. ഗോളിയാറിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് വിമാനം ഇറക്കിയത്. വിമാനത്തിലെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. നാളെ ഹൈദരാബാദിൽ നിന്നും വിമാനം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും സർവീസ് പുനരാരംഭിക്കുക. ബസിനും വൈദ്യുത പോസ്റ്റിനും ഇടയിൽപ്പെട്ട കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കോഴിക്കോട് ഫറോക്കിൽ ബസിനും വൈദ്യുതി പോസ്റ്റിനും ഇടയിൽപ്പെട്ട് കാൽനട യാത്രക്കാരൻ മരിച്ചു. അത്താണിക്കലയിൽ താമസിക്കുന്ന ചാലിയം കപ്പലങ്ങാടി വൈരം വളപ്പിൽ മുഹമ്മദ് അലിയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് തട്ടിയത്. വളയ്ക്കുന്നതിനിടെ ബസിന്റെ വശം അലിയുടെ ദേഹത്ത് തട്ടുകയും അലി പോസ്റ്റിനും ബസിനും ഇടയിൽ പെടുകയുമായിരുന്നു. പെരുന്നാളിന്റെ സാധനങ്ങൾ വാങ്ങാൻ നഗരത്തിലെത്തിയതായിരുന്നു അലി. കഞ്ഞിക്കുഴിയിൽ തെരുവുനായുടെ ആക്രമണം. നിരവധി ആളുകൾക്ക് കടിയേറ്റു. ആലപ്പുഴ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ തെരുവുനായുടെ ആക്രമണം. നായയുടെ കടിയേറ്റ പലരും ആശുപത്രിയിൽ ചികിത്സ തേടി. കോലാറ്റുവേളിയിൽ രാധാമണി, മോനി എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത്. രാധാമണി സമീപത്തെ വീട്ടിലെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോഴാണ് പട്ടി കടിച്ചത്. റോഡിലൂടെ പോയിരുന്ന പട്ടികളിലൊന്ന് ഓടി വന്ന് കടിക്കുകയായിരുന്നുവെന്ന് രാധാമണി പറഞ്ഞു. ഉടനെ മുഹമ്മ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയ രാധാമണിയെ പിന്നീട് അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് മോനിക്ക് കടിയേറ്റത്. മോനിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മ മദർ തെരേസ ഹൈസ്കൂൾ, KE കാർമൽ സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡിലാണ് ആക്രമണമുണ്ടായത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമ്മയമ്പലത്തിന്. 2024 കേന്ദ്ര ബാലസാഹിത്യ യുവ പുരസ്കാരം പ്രഖ്യാപിച്ചു. മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യത്തിൽ ഉണ്ണി അമ്മയമ്പലത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം. യുവ പുരസ്കാരം R ശ്യാംകൃഷ്ണൻ എഴുതിയ മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്.